ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇവിടെ വന്ന് സെറ്റാകാൻ കുറച്ച് സമയം എടുക്കുമായിരുന്നു. അതാണ് ഇത്ര ലേറ്റ് ആയത്. അപ്പോൾ നമുക്കിന്ന് ഡേ ഇൻ മൈ ലൈഫ് ഉണ്ടാകുമല്ലോ. ഞാനിപ്പോൾ എണീറ്റതേ ഉള്ളൂ. ഇന്ന് രാവിലെ പോയി. ഇനിയിപ്പോൾ ഞാൻ ചായ ഇട്ടുകൊണ്ടിരുന്നപ്പം വീണ്ടും വന്നായിരുന്നു. ചായ ഇട്ടുകൊണ്ട് വന്നപ്പം വീണ്ടും വെളി വന്ന് വീണ്ടും പോയി. ഇതൊക്കെയാണ് പട്ടാളാവസ്ഥ. കുഴപ്പമില്ല. ഞാൻ അപ്പോഴത്തേക്ക് ചായ ഇട്ടിന് തക്കാളി ചമ്മന്തി ഉണ്ടാക്കണം, ദോശ ഇടണം, പിന്നെ ഉച്ചക്കത്തെ പിന്നെ നോക്കാം. നമ്മളതൊക്കെ തണുപ്പത്ത് വെയിലത്ത് നിന്ന് ചായ കുടിക്കാൻ എന്ത് ഫീലാണെന്നറിയൂ. കുറേ ചെടികളുണ്ട് ഇവിടെ. നിങ്ങളേക്ക് എന്താ വെയിലുള്ളതെന്നില്ലേ? ഈ തണുപ്പത്ത് വെയിലുള്ള വേറെ ഓപ്ഷൻ ഇല്ല. എല്ലാവരും പറയുന്നത് ഇവിടുത്തെ തണുപ്പ് മാറിയെന്ന്, പക്ഷേ നല്ല തണുപ്പുണ്ട്. ഇനി ചായ കുടിച്ചിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണെന്ന് ഉണ്ടാക്കാൻ. ഈ കാണുന്നതൊക്കെ ഒരു ചെന്നൈ ഫാമിലിയാണ്. പിന്നെ അങ്ങോട്ടൊക്കെ കുറേ ക്വാർട്ടേഴ്സ് ഉണ്ട്. ഇതാണ് നമ്മളുടെ നീലം വിഹാർ. പിന്നെ അത് ആ കാണുന്നതൊക്കെ മെയിൻ റോഡാണ്. അങ്ങോട്ട് പോകുന്നതാണ് നന്ദുവിൻ്റെ യൂണിറ്റ്. അച്ഛൻ പോകുന്ന സൗണ്ട് കേട്ടപ്പോഴത്തേക്ക് കണ്ണനുണ്ടി ഇന്ന് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അടുക്കളയിലോട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് കയറി. അങ്ങനെ ഉള്ളിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഉള്ളി അരിയുമ്പോൾ ഫുള്ള് കണ്ണെരിയുമായിരുന്നു. അങ്ങനെ നമ്മൾ തക്കാളി ചമ്മന്തിക്കുള്ള എല്ലാം അരിഞ്ഞു വെച്ച് നമുക്കുണ്ടാക്കാം. ഈ മാവ് ഇന്നലെ റെഡിയാക്കി വെച്ചായിരുന്നു. എണ്ണയൊക്കെ ഫ്രീസ് ആയിപ്പോയി. ഇത് രേഖയമ്മേൻ്റെ റെസിപ്പി ആട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ഇന്നലെ വോയിസ് അയച്ച അമ്മ എനിക്കത് പറഞ്ഞു തരുമെന്ന് ചോദിച്ചു. അങ്ങനെ അമ്മ പറഞ്ഞിരുന്ന റെസിപ്പിയാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. എണ്ണ ഒഴിക്കുക, ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളി ഇടുക. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതായി വരുമ്പോഴത്തേക്ക് അതിനകത്തൊരു തക്കാളി ഇടുക. നന്നായിട്ടൊന്ന് വഴറ്റുക. ഒരുപാട് അങ്ങ് ഇതാവണ്ട, എന്നാൽ കുറച്ച്. പിന്നെ അതിനകത്തോട്ട് മുളക് പൊടി, ഉപ്പ് ഇടുക. എന്നിട്ട് ആറുമ്പോൾ ജസ്റ്റ് അടിക്കുക. പിന്നെ വേണ്ടുന്ന അത്രയും വെള്ളം ഒഴിക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റ്. ഒരാൾ അച്ഛനെ തിരക്കുന്നു. അച്ഛൻ ജോലിക്ക് പോയി. കണ്ണ നന്നു എന്തേ? നന്നു എന്തേ? ഞാൻ വന്നിട്ട് ആകെ ഇവിടെ ജസ്റ്റ് പാല് കാച്ചുന്ന ഒരു വീഡിയോ മാത്രമേ ഇട്ടിട്ടുള്ളായിരുന്നു. അപ്പം നിങ്ങൾ കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എന്താ ഇവിടുത്തെ വിശേഷങ്ങളൊന്നും ഇതുവരെ ഇടാത്ത പറഞ്ഞു. കാരണം ഞാൻ ഇവിടെ സെറ്റായി വരുന്നതേ ഉള്ളൂ. നമ്മളിപ്പോൾ പുതിയൊരിടത്തോട് ഷിഫ്റ്റ് ചെയ്യുമ്പം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടല്ലോ. പിന്നെ നമുക്കറിയാത്ത കുറേ ആൾക്കാർ. എനിക്കിവിടെ മലയാളി ചേച്ചിമാർ കുറച്ച് പേരുണ്ട് കേട്ടോ. ഇന്നലെ ഞങ്ങൾ മിക്കപ്പോഴും ഒത്തുകൂടാറുണ്ട്. ഇന്നലെയും ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു നൈറ്റ് ഫുഡ്. അങ്ങനെ പിന്നെ ഇടയ്ക്ക് എല്ലാവരും കൂടെ ജസ്റ്റ് വാക്കിന് പോവുക. നല്ല രസമാണ്. ഇന്നലെ ഞങ്ങൾ കേരള സ്റ്റോറിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ചീനി മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വലിയ താല്പര്യമില്ല, നന്ദൂന് ഭയങ്കര ഇഷ്ടമാണ്. ഇന്നലെ അങ്ങനെ ചിക്കന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്നലെ പ്ലാൻ ചെയ്തത് ഇന്ന് ബിരിയാണി ഉണ്ടാക്കാമെന്നാണ്. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. എന്താവുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ബിരിയാണിയും സാലഡ്, പപ്പടം, ചിക്കൻ കറി, പിന്നെ അച്ചാറിരിപ്പുണ്ട്. പിന്നെ പണി പെട്ടെന്ന് തീരും. കാരണം എനിക്ക് ഇച്ചിരി പുളിശ്ശേരി വെച്ച് കഴിഞ്ഞാൽ ചോറ് ഇന്നലത്തെ കുറച്ച് ഇരിപ്പുണ്ട്. അപ്പം അങ്ങനെ ചോറ് കൊടുക്കാമല്ലോ. ഇനിയിപ്പോൾ ചീനി ഉണ്ടായതുകൊണ്ട് ഇനി ചീനി ചോറ് മതിയോ എന്ന് പറയുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അങ്ങനത്തെ ഇതൊന്നുമില്ല കേട്ടോ. എന്തുണ്ടാക്കി കൊടുത്താലും കഴിച്ചോളൂ.
ഞാൻ എണീക്കാൻ മടിയുണ്ടെന്ന് നന്ദു നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ രാവിലെ എണീക്ക് ചായ ഇട്ട് തന്നിട്ടൊക്കെയാണ് പോകുന്നത്. പിന്നെ നന്ദു വരുമ്പോഴത്തേക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കും. അഥവാ ലേറ്റ് ആവുകയാണെങ്കിൽ തന്നെയും എൻ്റെ കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. ഇന്നലെ രാത്രി എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഞാൻ രാവിലെ 8 മണിയാകുമ്പോഴത്തേക്ക് വരും, നീ എണീക്കണ്ട, നീ കിടന്നോ, വന്നിട്ട് നമുക്ക് ഒരുമിച്ച് കുക്ക് ചെയ്യാമെന്നൊക്കെ. കഷ്ടമല്ലേ? ഞാൻ വേണ്ട കുഴപ്പമില്ലെന്നാണ്. പക്ഷെ ഇന്നലെ രാത്രി തന്നെ നന്ദു വന്നായിരുന്നു. വന്നതേണ്ട ഞാൻ ചായ ഇട്ടുകൊണ്ട് എനിക്കത് വിഷമമായിപ്പോയി. ചായ ഇട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ വിളി വന്ന് പോയി. എന്തായാലേ ഇനിയിപ്പോൾ വരുമ്പോഴത്തേക്ക് ചായ ഞാൻ ഇനിയിപ്പോൾ ചായ ഇനി ഒന്നുകൂടെ ചൂടാക്കണം. ഉള്ളിക്കറി അല്ലല്ലോ, തക്കാളി ചട്നി ഉണ്ടാക്കി കഴിഞ്ഞാൽ പണി തീർന്നു. ദോശ ചൂടോടെ ഉണ്ടാക്കി കൊടുക്കുക. രാവിലത്തെ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ ഒരു പണി കഴിഞ്ഞപ്പോഴത്തേക്ക് പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ച്. പാത്രങ്ങളൊന്ന് ഒതുക്കി കഴിയുമ്പോൾ തന്നെ കുറേ പണി കുറഞ്ഞതുപോലെ നമുക്ക് തോന്നും. അങ്ങനെ പാത്രമൊക്കെ കഴുകിക്കഴിഞ്ഞ് സ്ലാബിൻ്റെ പുറമൊക്കെ ഒന്ന് ക്ലീൻ ആക്കി. അപ്പോഴത്തേക്ക് പാലും കാച്ചി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നന്ദു കുറച്ച് ലേറ്റ് ആകുമെന്ന് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കണ്ണനുണ്ണിക്ക് ആദ്യം അങ്ങ് ഫുഡ് കൊടുത്ത് അവൻ്റെ ജോലിയെല്ലാം അങ്ങ് ഒതുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ നന്ദു വരുമ്പോൾ ഞങ്ങൾക്ക് രണ്ടോ കൂടെ ഒരുമിച്ച് ഇരുന്ന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ അവനുള്ള ഫുഡെല്ലാം ഉണ്ടാക്കി. പിന്നെ ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു, അത് ഞാനെടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല തണുപ്പായിട്ടിരിക്കും. ഇനി അതൊന്ന് അതൊന്ന് മാറാൻ വേണ്ടിയിട്ട് കുറേ ടൈം എടുക്കും. കണ്ണനുണ്ണി എടുത്ത് ഓരോന്ന് സംസാരിച്ച് ഇരുന്നപ്പോഴത്തേക്ക് കുറച്ച് ദോശ ഒരു ചെറുതായിട്ടൊന്ന് മുരിഞ്ഞെന്നൊക്കെ പറയാം. ആ കഴിഞ്ഞപ്പോഴത്തേക്ക് നന്ദു വന്ന്. അങ്ങനെ നന്ദുവിന് ഞാൻ കൊടുത്തപ്പോൾ നന്ദുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നന്ദുവിന് മാത്രമല്ല എനിക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം ഈ ഒരു കറി വെറും സിമ്പിളാണ്, പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടി അപ്പുറം ടേസ്റ്റാണ്. അതുകൊണ്ട് എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എൻ്റെ സ്കിൻ കെയർ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ സ്കിൻ കെയർ പരിചയപ്പെടുത്താം. ഞാൻ ഫേസ് സിറം യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഗ്ലോയിങ് സ്കിന്നിനൊക്കെ അത്യാവശ്യം നല്ല. എനിക്ക് സ്കിന്നിൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ റെക്കമെൻഡ് ചെയ്തതാണ്. പിന്നെ മമാവത്തിൻ്റെ ഒരു ലിപ് ബാം യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആക്നെ സ്കാറിൻ്റെ ഒരു ക്രീം യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്നെയിലിൻ്റെ മറ്റേ കോസാറാക്സിൻ്റെ ഒരു സ്നെയിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ മമാവത്തിൻ്റെ വിറ്റാമിൻ സി ഡെയിലി ഗ്ലോ ബോഡി ലോഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതെല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. അത്രയും കാണുന്നില്ല. നേരത്തെയൊക്കെ അൺബോക്സ് ചെയ്യുന്നത് ബ്യൂട്ടി പ്രോഡക്റ്റോ അല്ലെങ്കിൽ ഡ്രസ്സോ എന്തെങ്കിലുമൊക്കെയാണ്. ഇവിടെ ഇപ്പോൾ ഷിഫ്റ്റ് ആയപ്പോഴത്തേക്ക് ഫുൾ കിച്ചൺ ഐറ്റംസ് ഒക്കെയാണ് അൺബോക്സ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ അൺബോക്സ് ചെയ്യുന്നത് പുട്ടുപൊടിയാണ്. പക്ഷെ അത് കുറച്ച് പൊട്ടിയിട്ടുണ്ടായിരുന്നു. കണ്ണനുണ്ണിയുടെ ഇങ്ങനെ പാലേന്നുള്ള വിളിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഞാൻ അവനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത്. നാളെ അവന് വീഡിയോ കാണാമല്ലോ. ഇനിയിപ്പം നന്ദു വരാതെ എനിക്കിനി കുക്കിങ്ങിലോട്ട് കടക്കാൻ പറ്റത്തില്ല. ചെറുക്കനെ ആരെങ്കിലും നോക്കണം. അല്ല പിന്നെ ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ അങ്ങ് ഇരിക്കാൻ തോന്നുന്നു. കണ്ണനുണ്ണിക്കിനി പുളിശ്ശേരി കാച്ചണം. അത് നന്ദു ഇന്നലെ തേങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു ജോലിപ്പാടില്ല. പിന്നെ പക്ഷേ ബിരിയാണിയും കൂടെ വെച്ച് കഴിഞ്ഞായിരുന്നെങ്കിൽ ചെറുക്കനെ കൊണ്ട് പാർക്കിലങ്ങാനും പോയിരിക്കായിരുന്നു. കണ്ണുണ്ണി എന്ത് ചെയ്യുവാ? എന്ത് കഴിച്ചുവാ? നിന്റെ പേരെന്തുവാ? അപ്പപ്പ്. ഓക്കെ, കഴിച്ചോട്ടോ. അവനെ ഞാൻ അവിടെ അടക്കി ഇരുത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ ലഞ്ചിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ കാണാം. അപ്പം ഞാനിന്ന് ചിക്കൻ ബിരിയാണി വെക്കാനാണ് എൻ്റെ പ്ലാൻ. ഞാൻ ഫസ്റ്റ് ടൈമാണ് വെക്കുന്നത്. എങ്ങനെ ആവുമെന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ എൻ്റെ പണിയൊക്കെ തുടങ്ങി. ചുമ്മാ യൂട്യൂബിൽ നോക്കി കുറച്ച് 2 പേരുടെ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയാൽ മതിയല്ലോ. അങ്ങനെ അവനെ കുറച്ചേരം അടക്കിയിരുത്തി. അവൻ കുറേ നേരമൊന്നും ഇരുന്നില്ല, കൂടിപ്പോൾ ഒരു 5-10 മിനിറ്റ് എൻ്റെ ഇരുന്നതാണ്. പിന്നെ വീണ്ടും അവൻ താഴേക്ക് ഓടിക്കളിക്കുകയായിരുന്നു. പിന്നെ ഞാൻ ഈ കടിച്ചിങ്ങനെ ഇരുന്ന് നിങ്ങൾ വേറൊന്നും വിചാരിക്കേണ്ട, ഞാനിന്ന് എന്തെങ്കിലും ഉള്ളു കഴിക്കാനുണ്ട്, പിന്നെ പ്രശ്നമില്ല. പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് വേസ്റ്റ് കളയാനായിട്ട് നിൽക്കുകയാണ്.
നന്ദു ഇന്ന് കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വരുമ്പോൾ തന്നെ എന്നെയും കുറേ ഹെൽപ്പ് ചെയ്യും കുക്കിങ്ങിൽ. കുറച്ച് നേരം അവൻ്റെ അടുത്ത് ഇരിക്കും, പിന്നെ എൻ്റെ അടുത്ത് വന്ന് കുറച്ച് നേരം കാര്യം പറഞ്ഞൊക്കെ നിൽക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ ലൈഫ് സ്റ്റൈൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ വീഡിയോ വന്ന ടൈമിൽ എനിക്ക് വന്ന് ഡെറാഡൂണിലോട്ട് ഷിഫ്റ്റ് ആയതിന് ശേഷം ഒരു 1 വീക്കിനുള്ളിൽ ഞാൻ എടുത്തു വെച്ച വീഡിയോ ആണ്. ഇപ്പം 2 മാസമാവുന്നു. ഞാൻ നേരത്തെ ഔട്ട് ലിവിങ് ആയിരുന്നു. ഇപ്പം ഞാൻ ഇൻ ലിവിങ് ആയി. ഇപ്പോഴാണ് എനിക്കൊന്ന് വോയിസ് ഓവർ ചെയ്ത് ഇടാൻ പറ്റുന്നത്. ഇനി ഇപ്പോഴും ഇടുമെന്ന് എനിക്കറിയത്തില്ല, എന്നാലും മാക്സിമം ഞാൻ നോക്കാം. കുറേ വീഡിയോസ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, പക്ഷേ എനിക്കതൊന്ന് എഡിറ്റ് ചെയ്ത് ഇടാനുള്ളൊരു ടൈം കിട്ടുന്നില്ല. അങ്ങനെ ഫുഡെല്ലാം ഉണ്ടാക്കി കൊടുത്ത് നന്ദുവിന് ഒരുപാട് ഇഷ്ടപ്പെട്ട്. അങ്ങനെ നന്ദു ഡ്യൂട്ടിക്കായിട്ട് പോയി. കണ്ണനുണ്ണി ആ സമയം കൊണ്ട് ഞാൻ ഫുഡൊക്കെ കൊടുത്ത് അവനെ ഉറക്കി. ഞാനും കുറച്ച് നേരം കിടന്നു. ഹായ് ഗൈസ്, അപ്പം ഞാനിപ്പം ഉറങ്ങി എണീറ്റേ ഉള്ളൂ. ഉറങ്ങിയെന്ന് പറയാൻ പറ്റില്ല, ഇച്ചിരി നേരം ഒന്ന് കിടന്നു. ഇനിയിപ്പം കണ്ണനുണ്ണിക്ക് എൻ്റെ കുറുക്ക് കാച്ചി വെച്ച് ഇവിടെല്ലാം ഒന്ന് ഒതുക്കുക. ഉച്ചയ്ക്ക് നന്നായിട്ടൊന്നും ഒതുക്കാൻ പറ്റിയില്ല. നന്ദു വീണ്ടും ഡ്യൂട്ടിക്ക് പോയി. ഇനിയിപ്പം എപ്പോൾ വരുമെന്ന് എനിക്കറിയത്തില്ല. ഇനി ഇവന് കുറുക്ക് കൊടുത്ത് ഞാൻ ചായ കുടിച്ചില്ല. കുറച്ച് അലുവ ഇരിപ്പുണ്ടായിരുന്നു, അത് കഴിച്ചപ്പോഴത്തേക്ക് ചായ കുടിക്കാനുള്ള ഇതങ്ങ് പോയി. ഇനി കണ്ണുണ്ണിയെ റെഡിയാക്കി എനിക്കൊന്ന് മേലി കഴുകിയിട്ട് പാർക്കിൽ പോകണം. പിന്നെ അതുവഴി ജസ്റ്റ് ഒന്ന് നടന്ന് പിന്നെ ഞാൻ കുറേ മലയാളി ചേച്ചിമാരുണ്ടെന്ന്. പാറു ചേച്ചി, സൗമ്യ ചേച്ചി, അനു, അങ്ങനെ കുറച്ച് പേരുണ്ട്. അവരെയൊക്കെ അടുത്തൊന്ന് പോകണം. എന്നിട്ട് നന്ദു വരുമ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് വരും തിരിച്ച്. ആ ടൈമിലാണൊന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങുന്നത്. അതുവരെ റൂമിൽ തന്നെ ഇരുന്നങ്ങ് ചടപ്പാണ്. അപ്പം നമുക്ക് ബാക്കി പരിപാടി. ഇതെന്തിൻ്റെ കറയാണെന്ന് എനിക്ക് ഒരു തരത്തിൽ മനസ്സിലാവുന്നില്ല. ഇന്ന് ഞങ്ങൾക്ക് നൈറ്റ് ഒരു ബർത്ത്ഡേ സെലിബ്രേഷനുണ്ട്. അങ്ങനെ ഞങ്ങൾ റെഡി ആയിട്ടിരിക്കുകയാണ്. നന്ദുവിനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. കണ്ണനുണ്ണി എൻ്റെ മുഖത്ത് എന്തോ എന്നെ മേക്കപ്പ് ഇടുന്ന പോലെ എന്തൊക്കെയോ കാണിക്കുവാണ്. അങ്ങനെ നന്ദു അപ്പോഴത്തേന് വന്നു. ഞാൻ റെഡിയായി നിൽക്കാൻ പറഞ്ഞിട്ടാണ് നന്ദു പോയിരുന്നത്. അങ്ങനെ ഞങ്ങൾ റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് നന്ദു വന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ അടുത്തൊരു കേക്ക് ഹൗസ് ഉണ്ട്. അവിടെ അത്യാവശ്യം നല്ല ബേക്കറി ഐറ്റംസ് ഒക്കെ കിട്ടും. അങ്ങനെ അവിടെ പോയി ഒരു ക്രീം റോൾ കഴിച്ചു. പിന്നെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് മേടിച്ചു. പിന്നെ കുറച്ച് ഇവിടെയൊക്കെ വരുമ്പോൾ കുറച്ച് ചോക്ലേറ്റൊക്കെ മേടിക്കില്ല. ഇവിടെ കുറേ വെറൈറ്റി ടൈപ്പ് സ്വീറ്റ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ അതെല്ലാം കുറച്ചായിട്ടൊക്കെ ട്രൈ ചെയ്തു. എനിക്ക് നല്ല ചുമയുണ്ട്. വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ എനിക്കിങ്ങനെ തൊണ്ടയ്ക്ക് ഇങ്ങനെ കുത്തുവാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കട്ട് ചെയ്ത് വോയിസ് ഓവർ കൊടുക്കുന്നത്. അങ്ങനെ അവിടുത്തെ പർച്ചേസ് എല്ലാം കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്ന വഴിക്ക് കുറേ നല്ല സ്ട്രോബെറി ഇരിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്ട്രോബെറി. ഇവിടുത്തെ സ്ട്രോബെറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്വീറ്റാണ്. നാട്ടിൽ കിട്ടുന്നതിനെ അപേക്ഷിച്ച് നല്ല മധുരം ഉണ്ടായിരുന്നു. അങ്ങനെ അതൊരു 1 kg മേടിച്ച് അങ്ങനെ വന്ന് ഞാൻ ആദ്യം അത് കഴിച്ച് നോക്കാനാണ് ഇരുന്നത്. നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വൈറലായിട്ടുള്ള മറ്റേ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ടുള്ള സ്ട്രോബെറി ഉണ്ടല്ലോ, അതുണ്ടാക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ടും സ്ട്രോബെറി മേടിച്ചത്. അങ്ങനെ നന്ദുവും കണ്ണനുണ്ണിയൊക്കെ വന്നു. ഞങ്ങൾ സൗമ്യ ചേച്ചിയുടെ ക്വാർട്ടറിലോട്ട് പോയിട്ട് അവിടെ നിന്നാണ് പിന്നെ ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കുന്നിടത്തോട്ട് പോയത്. അവിടെ നിന്ന് അടുത്ത് തന്നെയാണ്. അങ്ങനെ അവിടെ വന്നു കുറച്ച് നേരം പാർക്കിലൊക്കെ ഇരുന്ന് കുഞ്ഞിനെ കളിപ്പിച്ച്. ഇത് കണ്ണനുണ്ണിയുടെ എല്ലാം ഫ്രണ്ട്സാണ്. അവിടെ ഇപ്പം ഞങ്ങൾ ചെന്ന ടൈമിൽ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. ഇപ്പം പിന്നെ ചൂടായിക്കൊണ്ടിരിക്കുന്നു. അത്യാവശ്യം നല്ല ചൂടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ബർത്ത്ഡേ ബോയ്. വാവയ്ക്ക് 3 വയസ്സായിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഞാൻ കുറച്ച് ക്ലിപ്പേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച്. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള മലയാളി ഫാമിലീസ്. ഞങ്ങളൊരു 5 ഫാമിലിയോളം ഉണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു. ഇന്ന് കണ്ണനുണ്ണി ഉറക്കുന്ന ഡ്യൂട്ടി നന്ദു ഏറ്റെടുത്തായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഉറങ്ങി. പാല് കുടിക്കാതെ അവൻ എങ്ങനെ ഉറങ്ങിയെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. എങ്കിലും നന്ദു അവനെ ഉറക്കി. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ടാറ്റാ.